ഇന്ന് നമ്മളോട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പ്ലം കേക്കാണ്. നമ്മൾ ക്രിസ്മസിന് സമയമാകുമ്പോൾ നമുക്ക് എല്ലാവർക്കും എപ്പോഴും കൂടുതൽ കഴിക്കാൻ ഇഷ്ടം പ്ലം കേക്കാണ്. അപ്പോൾ എത്ര വെറൈറ്റി കേക്കുകൾ വന്നാലും നമ്മൾ ക്രിസ്മസിന് സമയമാകുമ്പോൾ നമ്മളെല്ലാവരും പോയിട്ട് പ്ലം കേക്ക് വാങ്ങും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്മസിൻ്റെ ദിവസം പ്ലം കേക്കും വൈനും കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിൽ തന്നെ നമുക്കറിയാം ചില ബേക്കറിയിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ നല്ല പ്ലം കേക്ക് കിട്ടും. കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിന്ന് ഇവിടെ പ്ലം കേക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കിതിലേക്ക് ആദ്യം തന്നെ വേണ്ടത് ഫ്രൂട്ട്സാണ്. ഞാനിവിടെ ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്, ബദാം എടുത്തിട്ടുണ്ട്, കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകളൊക്കെ എടുക്കുക. ഇനി വേണമെങ്കിൽ നമുക്ക് മുന്തിരി എടുക്കുക, ആപ്രിക്കോട്ട് എടുക്കുക, പിസ്താഷ്യൂ എടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സുകളൊക്കെ എടുക്കുക. എന്നിട്ട് ഈ ഫ്രൂട്ട്സുകളൊക്കെ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുക്കണം. ഈ ആൽമണ്ടൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇതേപോലത്തെ സ്ലൈസ് ചെയ്ത് വാങ്ങാൻ കിട്ടും. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റം ഒഴിച്ചിട്ട് ഒരാഴ്ചയെങ്കിലും ഈ ഫ്രൂട്ട്സ് നമ്മൾ സോക്ക് ചെയ്ത് വെക്കണം. അങ്ങനെ ആ ഫ്രൂട്ട്സ് സോക്ക് ചെയ്ത് വെച്ച് കഴിയുമ്പോൾ അതിന് പ്രത്യേകം നല്ലൊരു ഫ്ലേവർ കിട്ടും അതിന്. അപ്പം ഞാൻ അങ്ങനെ ഇത് ഒരാഴ്ചയായിട്ട് ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചേക്കണം ഫ്രൂട്ട്സാണ്. ഈ ഫ്രൂട്ട്സിൻ്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സ് കേക്കിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഫ്രൂട്ട്സ് എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് എടുക്കുക. അതിന് പ്രത്യേക ഒരു മെഷർമെൻറ്റ് ഒന്നുമില്ല. ഞാനിവിടെ ഒരു 4 കപ്പ് ഫ്രൂട്ട്സ് എടുത്തേക്കണത്. പ്ലം കേക്കിനാകുമ്പോൾ എപ്പോഴും നല്ലൊരു ഡാർക്ക് കളറായിരിക്കും, അല്ലെങ്കിൽ ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറായിരിക്കും. ആ കളർ കൊടുക്കുന്നത് ഈ കേക്കിന് കാരമലാണ് ഇതിൻ്റെ കളർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കാരമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ ബട്ടർ എടുത്തിട്ടുണ്ട്, ഒരു 5 ടേബിൾ സ്പൂൺ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതെന്തെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു കട്ടിയുള്ള പാത്രത്തിൽ നമ്മൾ ഈ പഞ്ചസാരയും ഈ 5 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ വെള്ളവും എടുത്തിട്ട് നമ്മൾ ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റാക്കിയിട്ട് കാരമലാക്കണം. അത് നമുക്ക് കേക്കിന് നമുക്ക് നല്ല ഡാർക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കാരമൽ നല്ല ഡാർക്ക് ആവണം. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഈ ബാക്കിയുള്ള 1 ടേബിൾ സ്പൂൺ വെള്ളവും ഈ ബട്ടറും കൂടിയിട്ട് അതിനകത്ത് ചേർക്കണം. ഈ കാരമലിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തിനും ബട്ടറും വെള്ളവും അവസാനം ഇങ്ങനെ ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ കാരമൽ പെട്ടെന്ന് അങ്ങോട്ട് കട്ട പിടിച്ച് പോകും. അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവസാനം ഈ ബട്ടറും ഈ 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഇതിനകത്ത് ചേർക്കുന്നത്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 2.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. ഈ കേക്കിൻ്റെ അളവുകൾ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ മെഷർമെൻറ്റ് കപ്പിൽ കൃത്യമായിട്ട് അളന്നിട്ട് വേണം അളവ് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ 2.5 കപ്പ് ഓൾ പർപ്പസ് ഫ്ലോർ, 1 കപ്പ് പഞ്ചസാര നമുക്ക് കേക്കിന് അധികം മധുരം വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര വേണമെങ്കിൽ കുറച്ചിട്ടാലും മതി. ഞാൻ ഇവിടെ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ബട്ടർ 1 കപ്പ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ മാർക്കറ്റിലേക്ക് പോയിട്ട് ബട്ടർ വാങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്കിങ്ങനെ ക്യൂബ്സ് ആയിട്ട് കിട്ടുക. ഇങ്ങനത്തെ 1 ക്യൂബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1/2 കപ്പാണ്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 5 മുട്ട, പിന്നെ ഇതിലേക്ക് വേണ്ടത് നട്ട്മഗും സിനമണും ക്ലൗസും, എല്ലാം കൂടിയിട്ട് ഓരോ പിഞ്ച്, പിന്നെ 1 ടേബിൾ സ്പൂൺ വാനില എസൻസ്. ഇനി നമുക്ക് കാരമൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല കട്ടിയുള്ള ഒരു പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് ഷുഗർ ചേർക്കാം. നമ്മൾ 5 ടേബിൾ സ്പൂൺ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് 4 ടേബിൾ സ്പൂൺ വെള്ളം നമുക്ക് ഇപ്പോൾ ചേർക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മുടെ കാരമൽ നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കണ ബട്ടറും വെള്ളവും കൂടിയിട്ട് ചേർക്കാം. ഇത് 1/2 ടേബിൾ സ്പൂൺ ബട്ടർ ഉണ്ട്, 1 ടേബിൾ സ്പൂൺ വെള്ളവും ചേർക്കാം. നമ്മുടെ കാരമൽ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ബട്ടറും എഗ്ഗും പിന്നെ ഈ ഫ്ലോറും എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വലിയൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രം എടുക്കുക. ഈ പാത്രത്തിലേക്ക് നമുക്ക് ആദ്യം തന്നെ നമുക്ക് മുട്ടയും ബട്ടറും കൂടിയിട്ട് ആദ്യം തന്നെ നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ആ ബട്ടർ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ നേരിട്ട് എടുക്കരുത്. നമ്മൾ തലേ ദിവസമെങ്കിലും നമ്മളത് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് വേണം ബട്ടർ എടുക്കാൻ വേണ്ടിയിട്ട്. ഫ്രിഡ്ജിൽ നിന്ന് നേരിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ബട്ടർ നല്ല കട്ടയായിട്ടിരിക്കും. നമ്മൾ നേരത്തെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെക്കണം ബട്ടർ. അപ്പോൾ നമുക്ക് ഈ പാത്രത്തിലേക്ക് ആദ്യം തന്നെ നമുക്ക് മുട്ട ചേർക്കാം. 5 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ബട്ടറും ചേർക്കാം. നമ്മുടെ മുട്ടയും ബട്ടറും നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ പഞ്ചസാരയും കുറേശ്ശെ ഫ്ലോറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമുക്ക് ഇതിലേക്ക് ആദ്യം നമുക്ക് കുറച്ച് പഞ്ചസാര ചേർക്കാം.
ഇതെല്ലാണ്ടും ഒരുമിച്ചിടരുത്, എല്ലാവരും നമ്മൾ കുറേശ്ശെ കുറേശ്ശെ മാറി മാറി ഇടണം. ഇനി നമുക്കിതിലേക്ക് കാരമൽ ചേർക്കാം. ആ കാരമൽ നമ്മൾ ഒഴിക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ ഈ കാരമൽ ചൂടാറിക്കുമ്പോൾ ചിലപ്പോൾ അത് കട്ട പിടിച്ച് പോകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് മെൽറ്റാക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിലേക്ക് ഒഴിക്കാം. നമുക്കിതിലേക്ക് കാരമൽ ചേർക്കാം. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഫ്ലോർ ഇടാം. പഞ്ചസാര ചേർക്കാം, ബാക്കിയുള്ളത് വാനില എസൻസ് ചേർക്കാം, ബേക്കിംഗ് പൗഡർ ചേർക്കാം, സ്പൈസസ് ചേർക്കാം. നമുക്കിതിലേക്ക് നട്ട്സ് കുറേശ്ശെ ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണമെങ്കിൽ കുറച്ച് റമ്മും കൂടി വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. അത് ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ റമ്മും കൂടി ഇതിനകത്ത് ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്നിട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് ഉണ്ടാക്കണ പാത്രം വേണം. ഇനി നമ്മൾ ഈ കേക്ക് എത്ര ടെമ്പറേച്ചറിൽ നമ്മൾ ബേക്ക് ചെയ്തെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 300 ഡിഗ്രിയിൽ 50 മിനിറ്റ് തുടങ്ങിയിട്ട് 1.25 മണിക്കൂർ വരെ നമ്മൾ ഈ കേക്ക് വേവാൻ വേണ്ടിയിട്ട് എടുക്കും. അപ്പോൾ ഒരു 50 മിനിറ്റ് കഴിയുമ്പോൾ തുടങ്ങി നമ്മൾ ഈ കേക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേക്ക് വെന്തിട്ടുണ്ടോ എന്ന്. നമ്മൾ ടൂത്ത് പിക്ക് എടുത്തിട്ട് നമ്മളൊന്ന് അതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തി നോക്കിയിട്ടെങ്കിൽ അറിയാൻ പറ്റും നമുക്ക് കേക്ക് വെന്തിട്ടുണ്ടോ വെന്തിട്ടില്ലേന്ന്. ആ സ്റ്റിക്കുമ്പോൾ അതിൻ്റെ ആ മാവ് പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കേക്ക് വെന്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ചുകൂടി സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ കേക്ക് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ കേക്ക് ഓവൻ്റെ ഉള്ളിൽ വെക്കരുത്. ആ കേക്ക് എടുത്ത് നമ്മൾ പുറത്തേക്ക് വയ്ക്കാം. പിന്നെ ഈ കേക്ക് നമ്മൾ ഏറ്റവും ആദ്യം വെക്കുമ്പോഴും ഈ ഓവൻ്റെ ഉള്ളിൽ ടെമ്പറേച്ചർ കറക്റ്റായിട്ട് മാത്രമേ വെക്കാൻ പാടുള്ളൂ. നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കണം പാനിൻ്റെ ഉള്ളിൽ നന്നായിട്ട് ബട്ടർ തേക്കാം. ഇതിൻ്റെ സൈഡിലും എല്ലായിടത്തും തേക്കണം. നമുക്ക് ഈ പാനിലേക്ക് നമുക്ക് കേക്കിൻ്റെ ഇത് ചേർക്കാം. പിന്നെ ഇതിനകത്ത് നമ്മളിത് ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു പകുതി നിറയ്ക്കാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ കേക്ക് വെന്ത് വരുമ്പോൾ നന്നായിട്ട് പൊന്തി വരും. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഓവനിലേക്ക് വെക്കാം. ഇപ്പോൾ നമ്മുടെ പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട്. ഈ കേക്ക് കൂടുതൽ ദിവസം വെച്ചിരുന്നിട്ടുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ ക്രിസ്മസ് ഒക്കെ ആവുന്നതിന് മുമ്പ് ഒരാഴ്ച മുമ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ കേക്കിൻ്റെ മുകളിൽ കൂടെ കുറേശ്ശെ റമ്മ് വേണമെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലാ സൈഡിലും ഇടയ്ക്ക് കുറേശ്ശെ ഇങ്ങനെ പരട്ടി കൊടുക്കാം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്തെടുക്കുമ്പോൾ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേക്കിന്. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. കാരണം ചെറിയ കുട്ടികളൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ ചെയ്യരുത്. ഇപ്പം ഇതിനകത്ത് നമ്മൾ റമ്മ് ചേർത്തിട്ടുണ്ടെങ്കിലും നമ്മളത് ബേക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കേക്കിൻ്റെ റമ്മിൻ്റെ ആൽക്കഹോളൊക്കെ പോയിട്ടുണ്ടാവും. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കണതിന് കുഴപ്പമില്ല. പക്ഷേ നമ്മൾ അതിൻ്റെ മുകളിൽ റമ്മൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികൾക്ക് കൊടുക്കരുത്.